ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴം പ്രതീക്ഷിച്ചതും വേഗത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വരുന്നത്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിനോടുള്ള വിശ്വാസം കുത്തനെ ഇടിഞ്ഞു എന്നാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയവും കർക്കശമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയതോടെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതെ, ജനങ്ങൾ ഇപ്പോൾ ട്രംപിന്റെ ഓരോ നയങ്ങളും തീരുമാനവും എല്ലാം സംശയക്കണ്ണോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളികളും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നു എന്ന ഭയം വോട്ടർമാർക്കിടയിൽ ശക്തമായി പടരുന്നതാണ് നിലവിലെ ജനപ്രീതിയിലെ ഇടിവിന് പ്രധാന കാരണം. ട്രംപിന്റെ ജനപ്രീതി അദ്ദേഹത്തിന്റെ രണ്ടാം ഊഴത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 2025 ജനുവരിയിൽ അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്ന 50% വരുന്ന പിന്തുണയിൽ നിന്നും ഇപ്പോൾ ഏകദേശം 36 മുതൽ 38% വരെയാണ് ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നത്. ഇത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ജനപ്രീതി ഇടിയാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് ട്രംപിന്റെ സാമ്പത്തിക ആഘാതവും വിലക്കയറ്റവും തന്നെയാണ്. രണ്ടാമത്തേത് വിവാദമായ കുടിയേറ്റ നയങ്ങളാണ്. നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള വിവാദമായ കുടിയേറ്റ നയങ്ങൾ ട്രംപ് അമേരിക്കയിൽ കൊണ്ടുവന്നത്. അത് ലോകത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. IT പ്രൊഫഷണലുകൾക്ക് ഉൾപ്പെടെ H-1B വിസയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലോകത്തെ ആകമാനമാണ് ബാധിച്ചത്. മൂന്നാമത്തേത് അധികാര ദുർവിനിയോഗം എന്ന ആരോപണമാണ്. ഇനി നാലാമത്തേതിലേക്ക് വന്നാൽ വിദേശ നയത്തിലെ അതൃപ്തി. അഞ്ചാമത്തേത് രാഷ്ട്രീയ ഭവിഷ്യത്തുകൾ. നമുക്കിനി ആദ്യത്തേതിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആദ്യത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ആഘാതവും വിലക്കയറ്റവുമാണ്. പ്രത്യേകിച്ച് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് മേൽ ചുമത്തിയ കനത്ത നികുതികൾ, താരിഫുകൾ രാജ്യത്തെ വിലക്കയറ്റത്തിന് കാരണമായതായി ജനങ്ങൾ വിലയിരുത്തുന്നു. 2025 തുടക്കത്തിൽ ശരാശരി 2.5% US താരിഫ് നിരക്ക് ഏപ്രിൽ ആയപ്പോഴേക്കും 27% ഉയർന്നിരുന്നു. ഇത് സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചു. സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും ഏകദേശം 64% ട്രംപിന്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യലിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും ട്രംപിന്റെ നയങ്ങളിൽ അമേരിക്കൻ ജനത കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് വിവാദമായ കുടിയേറ്റ നയങ്ങളാണ്. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്താനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഏതാണ്ട് 1.4 കോടിയോളം വരുന്ന ആളുകളെ നാട് കടത്താനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. എന്നാൽ ട്രംപ് ഈ വിഷയത്തിൽ വൈകാരികമായ തലത്തിലേക്ക് പോകുന്നുവെന്നാണ് 58% വോട്ടർമാരും അഭിപ്രായപ്പെടുന്നത്. മിനിയാപോളിസ് പോലുള്ള നഗരങ്ങളിൽ ICE നടത്തിയ നീക്കങ്ങൾക്കിടെയുണ്ടായ അക്രമ സംഭവങ്ങൾ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി. ഇനി അടുത്തതിലേക്ക് വന്നാൽ ട്രംപിന്റെ അധികാര ദുർവിനിയോഗമാണ്. ട്രംപ് തന്റെ പ്രസിഡന്റ് പദവി അമിതമായി ഉപയോഗിക്കുന്നുവെന്ന് 65% അമേരിക്കക്കാരും വിശ്വസിക്കുന്നു. തനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ തീരുമാനമെടുക്കുന്ന രീതി സ്വതന്ത്ര വോട്ടർമാരെ ട്രംപിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വതന്ത്ര വോട്ടർമാർക്കിടയിലെ പിന്തുണ 26% കുറഞ്ഞു. ഇനി ട്രംപിന്റെ അടുത്ത ജനപ്രീതി ഇടിയാൻ കാരണമായ ഒന്ന് വിദേശ നയത്തിലെ അതൃപ്തി തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെ വിള്ളലുകളും കാനഡ, മെക്സിക്കോ തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്കുമെതിരെയുള്ള സാമ്പത്തിക ഭീഷണികളും അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയെ ബാധിച്ചതായി സർവേ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തേത് രാഷ്ട്രീയ ഭവിഷ്യത്തുകളാണ്. രാഷ്ട്രീയ ഭവിഷ്യത്തുകൾ 2026 നടക്കാനിരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഈ ജനപ്രീതിയിലെ ഇടിവ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ റിപ്പബ്ലിക്കന്മാർക്ക് ഏകദേശം 30ഓളം സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നത്. യുവാക്കൾക്കിടയിലും സ്ത്രീ വോട്ടർമാർക്കിടയിലും ട്രംപിനുള്ള പിന്തുണ മുൻപത്തേക്കാൾ കുറഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. അതെ, അമേരിക്കയിൽ ട്രംപ് വെറുപ്പിച്ചും കൽപ്പിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള ജനസമ്മതി കുറയാനുള്ള ഒരു പ്രധാന കാരണം. ട്രംപിന്റെ നയങ്ങൾ തന്നെയാണ് ട്രംപിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ട്രംപിന്റെ രണ്ടാം ഭരണകാലം അമേരിക്കയെ കൂടുതൽ അസ്ഥിരതയിലേക്കാണ് നയിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമെന്ന വാഗ്ദാനങ്ങൾ പാഴായതോടെ മധ്യവർഗ വോട്ടർമാർക്കിടയിൽ വലിയ തോതിലുള്ള വിരുദ്ധ വികാരം ഉടലെടുത്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള അനാവശ്യ വ്യാപാര യുദ്ധങ്ങൾ അമേരിക്കൻ വിപണിയെ തളർത്തുകയും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസ്യത തകർക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന 2026 ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഒരു അഗ്നിപരീക്ഷയായിരിക്കും. ജനകീയ വികാരം മാനിക്കാതെ മുന്നോട്ട് പോയാൽ വൈറ്റ് ഹൌസിലെ ട്രംപിന്റെ അധികാരം വെറും നിഴൽ മാത്രമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
ജനാധിപത്യ മൂല്യങ്ങളെക്കാൾ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതി ട്രംപിനെ വലിയൊരു രാഷ്ട്രീയ പതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.